ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലെ രണ്ടാമൻ ഉറുഗ്വേയൻ താരമോ? പുതിയ അപ്ഡേറ്റ് വിശദവാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശദവാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോണ്ടിനെഗ്രനിയൻ താരം സ്റ്റീവൻ ജോവെറ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ മോണ്ടിനെഗ്രനിയൻ മാധ്യമമായ CG ഫുട്ബോൾ ജോവെറ്റിക് ഏഷ്യയിൽ നിന്നുള്ള ഓഫർ തള്ളിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ജോവെറ്റിക് പോയതോടെ റൂമർ ലിസ്റ്റിലേക്ക് ഒരു ഉറുഗ്വേയൻ താരമെത്തിയിരിക്കുകയാണ്. IFWCയുടെ കോണ്ടന്റ് റൈറ്റർ റെജിൻ ടി ജേസോ നൽകിയ ഒരു അപ്ഡേറ്റാണ് പുതിയ ചില സൂചനകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ഉറുഗ്വേയൻ സ്ട്രൈക്കർ ഫാക്കുണ്ടോ ബാർസലോയെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ റഡാറിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും എന്നാൽ ഈ നീക്കം മുടങ്ങിപ്പോയെന്ന ചില സൂചനയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഈ താരവുമായി ബന്ധപ്പെട്ട നീക്കം വ്യക്തമല്ലെന്നുമാണ് റെജിൻ നൽകുന്ന അപ്ഡേറ്റ്. റെജിന്റെ ഈ അപ്ഡേറ്റിനോടൊപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് KL Now റിപ്പോർട്ടർ ആശിഷ് നെഗി പങ്കുവെച്ച ഒരു റിപ്പോർട്ടും കൂടി പ്രസക്തമായതോടെയാണ് ബാർസലോ ബ്ലാസ്റ്റേഴ്സിന്റെ റൂമർ ലിസ്റ്റിൽ വരാനുള്ള കാരണം. കേരള ബ്ലാസ്റ്റേഴ്സ് 3 വിദേശ സ്ട്രൈക്കർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ആദ്യത്തെ താരം ഓഫർ ഏതാണ്ട് നിരസിച്ചെന്നും ബാക്കിയുള്ള 2 താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുമായിരുന്നു ആശിഷ് നെഗി റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ താരം ജോവെറ്റിക് ആണെന്നും പരിഗണനയിലുള്ള മറ്റു റാൻഡ് താരങ്ങളിൽ ഒരാൾ ഉറുഗ്വേയൻ സ്ട്രൈക്കർ ഫാക്കുണ്ടോ ബാർസലോ ആണെന്ന പുതിയ റൂമറുകൾ കൂടി പ്രചരിക്കുന്നത്. സെപ്റ്റംബർ 13-നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത്. ഏകദേശം 1 മാസത്തോളമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് പന്തുരുളാൻ ബാക്കിയുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നതിനു മുൻപായി മറ്റൊരു പ്രീ സീസൺ തയ്യാറെടുപ്പ് കൂടി ബ്ലാസ്റ്റേഴ്സ് നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിനും കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടിയും കളിച്ച നിരവധി താരങ്ങൾ ഇത്തവണ കേരള സൂപ്പർ ലീഗിൽ അണിനിരക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി പണ്ട് കളിച്ചിരുന്ന ഹെയ്തി സൂപ്പർ താരമായ കെർവൻസ് ബെൽഫോർട്ട് കേരള സൂപ്പർ ലീഗ് കാലിക്കറ്റ് FCക്ക് വേണ്ടി ഇത്തവണ ബൂട്ട് കെട്ടും. ഒരുപാട് വർഷങ്ങൾക്കുശേഷമാണ് സൂപ്പർ താരം തിരികെ കേരളത്തിലെത്തുന്നത്. നിലവിൽ കേരളത്തിൽ വിമാനമിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയതാരമായ ബെൽഫോർട്ടിനെ കാലിക്കറ്റ് FC ആരാധകർ സ്വീകരിച്ചു. നേരത്തെ ഒരുപാട് തവണ കേരളത്തിലേക്ക് തിരിച്ചുവരണം എന്ന തന്റെ ആഗ്രഹത്തെക്കുറിച്ച് ബെൽഫോർട്ട് സംസാരിച്ചിരുന്നു. ബെൽഫോർട്ട് കേരളത്തിലെത്തിയ വീഡിയോ കേരള സൂപ്പർ ലീഗും കാലിക്കറ്റ് FCയും പുറത്തുവിട്ടിട്ടുണ്ട്. ബെൽഫോർട്ടിനെ കൂടാതെ നിരവധി വിദേശ സൂപ്പർ താരങ്ങളാണ് കേരള സൂപ്പർ ലീഗിൽ അണിനിരക്കുന്നത്.